ഇന്തോനേഷ്യയിലെ ഒരു പള്ളിയിൽ സുബഹി നിസ്കാരത്തിൻ്റെ സമയത്താണ് ആ ഒരു സംഭവം ഉണ്ടായത്. എല്ലാവരും പതിവ് പോലെ സുബഹി നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു. ആ നിസ്കാരത്തിനിടയിൽ നിസ്കാരത്തിന് നേതൃത്വം കൊടുത്ത ആ പള്ളിയിലെ ഇമാം അദ്ദേഹം സുജൂദിൽ വെച്ചുകൊണ്ട് മരണപ്പെട്ടു പോവുകയാണ്. പള്ളിയിലെ CCTV ക്യാമറയിൽ നിന്നുള്ള ആ CCTV ഫൂട്ടേജാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സുജൂദിലേക്ക് പോയ ആ പള്ളിയിലെ ഇമാം പെട്ടെന്ന് അവിടെ വെച്ചുകൊണ്ട് മരണപ്പെട്ടു പോവുകയാണ്. ഉടൻ തന്നെ പുറകിൽ നിസ്കരിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് മുന്നിൽ വന്നുകൊണ്ട് ആ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നു. നമുക്കൊരു മുസ്ലിമായ മതവിശ്വാസി സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന് ഏറ്റവും വലിയ കിട്ടാവുന്ന വലിയൊരു മഹാഭാഗ്യമാണ്. കാരണം ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ അവന് മരണം ഉറപ്പാണ്. ഏതെങ്കിലും ഒരു ദിവസം അവൻ മരണപ്പെടുക തന്നെ ചെയ്യും. പക്ഷേ ആ മരിക്കുന്ന സമയത്ത് തൻ്റെ ആഖിബത്ത് നന്നാകണമെന്നുള്ളതാണ് ഏതൊരു സത്യവിശ്വാസിയും ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള നല്ലൊരു മരണമാണ് ഈ പള്ളിയിലെ ഇമാമിനും സംഭവിച്ചത്. നമുക്ക് അദ്ദേഹം മരണപ്പെടുന്നത് നിസ്കാരത്തിൻ്റെ വേളയിലാണ്. അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളിക്കകത്ത് വെച്ചുകൊണ്ടാണ്. അതിനേക്കാളേറെ അദ്ദേഹം മരണപ്പെട്ടു പോകുന്നത് സുജൂദിൽ വെച്ചുകൊണ്ടാണ്. നമുക്കറിയാം, നിസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സുജൂദ് എന്ന് പറയുന്നത്. നമ്മൾ അള്ളാഹുമായി ഏറ്റവും കൂടുതലും അടുക്കുന്ന സമയം അത് സുജൂദിൻ്റെ സമയത്താണ്. അത്തരത്തിൽ അള്ളാഹുമായി ഏറ്റവും കൂടുതലും അടുത്ത ആ ഒരു നിമിഷത്തിൽ അദ്ദേഹം മരണപ്പെട്ടു പോവുകയാണ്. ഇത്തരം മരണങ്ങൾ കരസ്ഥമാക്കുക എന്നുള്ളത് അതത്ര നിസ്സാരമുള്ളൊരു കാര്യമല്ല. അള്ളാഹുമായി ഏറ്റവും കൂടുതലും ഇബാദത്തുകളിലും സൽക്കർമ്മങ്ങളിലുമൊക്കെ ഇടപഴകുന്ന മനുഷ്യർ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ, അത്തരം മനുഷ്യർക്ക് അള്ളാഹു കൊടുക്കുന്ന വലിയ സൗഭാഗ്യമാണ്, വലിയ മഹാഭാഗ്യമാണ് ഇത്തരത്തിലുള്ള നല്ല മരണങ്ങൾ.